അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. നിമിഷം ഈ നാമം ഇട്ട ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ആ ദേവി അനുഗ്രഹിക്കട്ടെ. അത് മാറാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ജപ അവർക്കും കൂടെ വേണ്ടി സമർപ്പിക്കുന്നു. അവരവരുടെ വളർച്ചയോടൊപ്പം മറ്റ് സഹജീവികളുടെ വളർച്ചയും കൂടെ നമുക്ക് പ്രാധാന്യമാക്കാം. വളരെ വിജയകരമായി നമ്മുടെ ലളിതാ സഹസ്രനാമ യജ്ഞം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇത് നിന്നു പോവാതെ തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കുറവാണോ? ഇല്ല, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ജപയജ്ഞം അങ്ങോളം വിജയിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകണം. സമൂഹത്തിന്റെ ആവശ്യമാണിത്. എല്ലാവരിലേക്കും ഈ ആശയങ്ങൾ എത്തിക്കുക, അങ്ങനെ ഒരു വൻ വിജയമാക്കി എടുക്കുക. ദേവിയെ പൂർണ്ണമായും മനസ്സിലാക്കിയവരില്ല. കാരണം നമ്മളെക്കാൾ ചെറുതിന് നമ്മളെ മനസ്സിലാവില്ല, ഒരു ഉറുമ്പിന് നമ്മളെ മനസ്സിലാവണമെന്നില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദേവിയെ അറിയാൻ കഴിയില്ല. ഈ അറിയപ്പെടുന്ന മനസ്സ് ഇല്ലാതാകുമ്പോൾ ദേവിയെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുക. ഈ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, എല്ലാം അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടനായ മനസ്സ് നമുക്കെല്ലാം ഉണ്ട്. ഈ മനസ്സ് എപ്പോൾ ഇല്ലാതാകുന്നു അപ്പോൾ ദേവിയെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും, ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ ഇന്നത്തെ നാമം അതുപോലൊരു സംഗതിയാണ് പറയുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നാമം എന്താണ്? ഏതാണ് ഇന്നത്തെ നാമം? ഓർമ്മയുണ്ടോ? നിജാരുണ അല്ലെ? പ്രഭാപൂര മഞ്ജൽ ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ, നിജ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. സ്വയം പ്രകാശിക്കുന്നവളാണ് ദേവി. ദേവിക്ക് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ലോകത്തില് ഈശ്വരൻ മാത്രമാണ് സ്വയം പ്രകാശിക്കുന്നത്. ബാക്കി എല്ലാത്തിനും ഒരു എക്സ്ട്രാ എനർജിയുടെ ആവശ്യമുണ്ട്. ബൾബ് കത്തിക്കണ കറണ്ട് വേണം, അല്ലെ? സൂര്യൻ പ്രകാശിക്കണമെങ്കിൽ ഇന്ധനം വേണം. സൂര്യന്റെ ഹീലിയം പോലുള്ള ന്യൂക്ലിയർ ഫിഷൻ ഒക്കെയാണ് അവിടെ നടക്കുന്നത്, അല്ലെ? അതിന് ഇന്ധനങ്ങൾ ആവശ്യമുണ്ട്. ലോകത്തുള്ള ഏത് പ്രകാശത്തിനായാലും ഇന്ധനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ കാരണമായിട്ടുള്ള ഈ പ്രകാശത്തിന്, പ്രകാശമാവുന്ന ഈശ്വരന്, ദേവിക്ക് മറ്റൊരു ഇന്ധനത്തിന്റെയും ആവശ്യമില്ല. സ്വയം പ്രകാശിക്കുന്നതാണ്. നിജാരുണ പ്രഭാപൂര. അരുണപ്രഭാപൂര, ചുവന്ന കളറിലുള്ള ഉദിച്ചുയരുന്ന സൂര്യന്റെ പ്രഭ. ഉദിച്ചുയരുന്ന സൂര്യൻ. അപ്പൊ ആ സിന്ധൂരാരുണ വിഗ്രഹം എന്ന് പറയുന്നത് ആ ഉദിച്ചുയർന്ന സൂര്യന്റെ പ്രഭ. ഈ പ്രഭയ്ക്ക് ഇന്ധനം വേണ്ട എന്നാണ് പറയുന്നത്. സ്വയം പ്രകാശിതമായ ഈ ചുവന്ന പ്രകാശത്തിൽ, ചുവന്നാന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഉദിച്ചുയരുന്നത് സൂര്യന്റെ പ്രഭ. അപ്പം പക്ഷെ അത് ചുവന്നതാണോ എന്ന് വെച്ചാൽ അതെ, എന്നാ അല്ലയോ എന്ന് വെച്ചാൽ അല്ലെ? അപ്പൊ ആ ചുവന്ന
അത്രയ്ക്ക് ചുവന്ന ലഹരി. ഉദിച്ചുയർന്ന സൂര്യന്റെ പ്രഭ നമുക്കറിയാം എന്താണ്. ആ രീതിയിൽ ചുവന്നിരിക്കുന്ന നിജാരുണ പ്രഭാപൂര അഞ്ചൽ ബ്രഹ്മാണ്ട മണ്ഡല, ആ പ്രഭയാൽ മുങ്ങിയിരിക്കുന്ന മജ്ജത് മുങ്ങിയിരിക്കുന്ന ബ്രഹ്മാണ്ട മണ്ഡലം. എന്താ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞ? യൂണിവേഴ്സ് അല്ലെ, പ്രപഞ്ചം. ബ്രഹ്മാണ്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചങ്ങളുടെ കൂട്ടം, അതിന്റെ സംഘാതം, അതിന്റെ മണ്ഡലം. അത് വ്യക്തമായി അറേഞ്ച് ചെയ്യപ്പെട്ടുള്ള ചക്രം, ചാക്രികമായി അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടത്തിനെയാണ് മണ്ഡലം എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അല്ലേ അല്ലേ ആ മണ്ഡലം, ജില്ലാ മണ്ഡലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പാർട്ടിയുടെയൊക്കെ സമ്മേളനം നടക്കുമ്പോൾ, അല്ലേ? ജില്ലാ മണ്ഡലം, അപ്പൊ സംസ്ഥാന മണ്ഡലം എന്നൊക്കെ പറഞ്ഞ ആ കൂട്ടം, അത് ഒന്നിച്ചിരിക്കുന്ന ഗ്രൂപ്പ്, അത് ചുറ്റൊരു വീട്ടിനെ ഒന്നിച്ച് കൂടുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ മണ്ഡലം, ഈ നിജാരുണ പ്രഭാപുരം അജ്ജൽ ബ്രഹ്മാണ്ട മണ്ഡല, ബ്രഹ്മാണ്ടങ്ങളുടെ യൂണിവേഴ്സിന്റെ ഒരു കൂട്ടം, ഇതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്ന പ്രകാശം, ഇന്ധനം വേണ്ടാത്ത ഈശ്വരന്റെ സ്വയം പ്രകാശിതമായിട്ടുള്ള അവസ്ഥ. അതാണ് ആദിപരാശക്തി, അടിസ്ഥാന ഊർജം, പ്രാണൻ. ഈ പ്രാണൻ ഈ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നമുക്കറിയാം ഇന്ന് സയൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്തു. ജെയിംസ് വെബ് ടെലസ്കോപ്പ് വെച്ചിട്ട് നാസ അടുത്തിടെ പ്രപഞ്ചത്തിന്റെ പിക്ചർ പുറത്തുവിടുകയുണ്ടായി, എടുത്തിട്ടുള്ള പിക്ചർ. ഇത് ഈ പറയുന്ന കളറാണ്. നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുള്ളവരറിയാം. ചുമ്മാ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. ഞാനിത് കണ്ടപ്പം ശരിക്കും ഷോക്ക്ഡായിപ്പോയി. കാരണം അതിൽ പറയുന്ന പ്രഭയാണ് ശരിക്കും ഈ അതിൽ കാണിച്ചിരിക്കുന്ന ആ പിക്ചറിന്റെ ആ കളറാണ് ശരിക്കും യൂണിവേഴ്സിന്റെ കളർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ പറയുന്നത്. ബ്രഹ്മാണ്ട മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിന്റെ കൂട്ടം. ഇത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റായ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഒരു കൂട്ടം ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള പ്രപഞ്ചത്തെ മൾട്ടിവേഴ്സ് പറയുന്നു. അങ്ങനെയാണ് പ്രപഞ്ചം എന്ന് പറയും. മാത്രമല്ല ഇത് സ്വയം വികസിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ടൊരു ബിന്ദു ഉണ്ടായിരുന്നു എന്ന് സയൻസ് പറയും. ഒരു ബിന്ദുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അവിടെ സ്പേസും ടൈമും ഇല്ലായിരുന്നു. സിംഗുലാരിറ്റി എന്നാണ് അതിന് പറയുക. ഈ ബിന്ദു അല്ലേ ശ്രീചക്രത്തിന്റെ നടുക്കുള്ള ബിന്ദു. അതിൽ നിന്ന് പ്രപഞ്ചം വികസിച്ച് വരുന്ന ഒരു മേരുചക്രം നോക്കിയാൽ നമുക്ക് കാണാം. ഈ ഗാലക്സി ഡെവലപ്പ് ചെയ്യുന്നോട്ട് തന്നെ ശിവനും ശക്തിയും യോഗം ചെയ്ത് പ്രപഞ്ചമായി തീരുന്നത് പണ്ടേ കാണിച്ചിരിക്കും. ഒരു ബിന്ദു, അവിടെ സ്പേസും ടൈമും ഇല്ല, ദ്വൈതമില്ല, അദ്വൈതം മാത്രമേ ഉള്ളൂ. എത്ര കറക്റ്റാണ്, ആലോചിച്ച് നോക്കി. ആ ബിന്ദുവിൽ നിന്ന് സ്പേസും ടൈമും എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് സയൻസ് പറയുന്നത്. അതാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രീചക്രത്തിന്റെ സൃഷ്ടി അവസ്ഥ, സൃഷ്ടിയോന്മുഖമായ അവസ്ഥ, സംഹാരോന്മുഖമായ അവസ്ഥയുണ്ട്, സമാധിയിലോട്ട് പോകുന്നത്, തിരിച്ച് ഇങ്ങോട്ട് സൃഷ്ടിയോന്മുഖമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് പല 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 യോഗിനികളെ അനേക കോടി ബ്രഹ്മാണ്ട മണ്ഡലായേ നമഃ ഒരു നാമമുണ്ട് കൈലാസം. കോടിക്കണക്കിന് ഗാലക്സികൾ, നെബുലകൾ, പ്രപഞ്ചമുണ്ട്. ആ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് പ്രകാശം കൊടുക്കുന്നത് ദേവിയാണ്. നമുക്കറിയാം, ഒരു പ്രപഞ്ചത്തിന്റെ ചിത്രം കണ്ടാൽ LED ബൾബുകൾ കത്തിച്ചു വെച്ച ഒരു ക്രിസ്മസ് രാത്രിയെ പോലെ, ഒരു ആഘോഷ രാത്രിയെ പോലെ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. പ്രകാശം പരത്തി നിൽക്കും, നക്ഷത്രങ്ങൾ എവിടെയും കാണാം. ഇതിലെ പ്രകാശം ദേവിയാണ്, പ്രാണനാണ്. പ്രാണന്റെ ഉയർന്ന ഫ്രീക്വൻസിയാണ്. ആ പ്രാണൻ തന്നെയാണ് നമ്മളിലൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രാണൻ പ്രകാശമാണ്, അത് അഗ്നിയാണ്,
അതാണ്, ആ പ്രാണനാണ് നമ്മുടെ കണ്ണിനെ തുറപ്പിക്കുന്നത്, കണ്ണിലൂടെ കാഴ്ചയെ കാട്ടിത്തരുന്നത്. ഇന്ന് നമ്മൾ ദൂരേക്ക് വിടുന്ന ഒരു സാറ്റലൈറ്റ്, വോയേജർ പോലുള്ള സാറ്റലൈറ്റുകൾ, ഇതുങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്ന ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ, അതിനെ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് പറയുക. ഈ സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് ആ ദൂരെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന പ്രകാശം അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ മൂലകങ്ങൾ ആ ഗ്രഹത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിലേക്ക് വന്ന് തട്ടുന്ന പ്രകാശം അവിടെയുള്ള മൂലകങ്ങളുടെ തന്മാത്രകളുമായി കൂടി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിന് മറ്റൊരു കളർ വരും. ആ കളർ കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വെള്ളമുണ്ടോ, കാർബൺ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ ആ പ്രകാശം അനലൈസ് ചെയ്തിട്ടാണ് ആ ഗ്രഹത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. 3AA അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം സോളാർ സിസ്റ്റത്തേക്ക് അടുത്തിടെ കടന്നു വന്നിരുന്നു. അത് അന്യഗ്രഹ ജീവികളാണോ എന്നൊക്കെ സംശയം പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് എന്തൊക്കെ സംഭവങ്ങൾ പുറന്തള്ളുന്നുണ്ട്, ഇത്ര കോടി പ്രകാശ വർഷം അകലെയാണ്, എന്നിട്ടും അത് എന്തൊക്കെ പ്രകാശം പുറന്തള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെ കാർബൺ ഉണ്ടോ, ജലമുണ്ട്, ഇതൊക്കെ സയന്റിസ്റ്റുകൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ പ്രകാശം അത്ര ചില്ലറക്കാരനാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനമായ ഘടകം പ്രകാശമാണ്. അപ്പോ നമ്മുടെ ഉള്ളില് ഈ പ്രപഞ്ചത്തെയൊക്കെ കാണുന്ന ഞാൻ ഉണർന്നിരിക്കുന്നത് കൊണ്ടല്ലേ ഈ പ്രപഞ്ചം കാണുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ എവിടെയാണ്, ഏത് ഗാലക്സിയിലാണ് ഇതിന്റെ മധ്യഭാഗം? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉള്ളിലാണ് പ്രപഞ്ചത്തിന്റെ മധ്യഭാഗം. കാരണം ഞാനില്ലെങ്കിൽ നാളെ സൂര്യനില്ല. നിങ്ങൾക്കുണ്ടായിരിക്കും, അതെന്റെ വിഷയമല്ല. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ള എന്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മാത്രമാണ് സത്യം. എനിക്ക് എൻ്റെ 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സത്യം. ബാക്കിയൊക്കെ സങ്കല്പമാണോ അല്ലയോ എന്ന് ആർക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതിന് വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പ്രവർത്തിക്കുന്നു, നിങ്ങളത് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലേ? ടച്ച് ചെയ്യുന്നു, സ്മെല് ചെയ്യുന്നു, സൗണ്ട്, ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം, സ്പർശം, ഗന്ധം, രൂപം, രസം, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന അനുഭവം മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് സത്യമായിട്ട്. ഞാൻ ചിലപ്പോൾ മുൻപേ ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നമുക്ക് മറ്റുള്ളതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഗാലക്സികൾ, ഈ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ സൂര്യന്റെ പ്രകാശം വരുന്നു, തട്ടുന്നു, അതുകൊണ്ട് സൂര്യനുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ മരിച്ചാൽ നാളെ രാവിലെ എനിക്ക് സൂര്യനില്ല, ഈ പ്രപഞ്ചമില്ല, അല്ലേ? അപ്പോ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ജന്യയായ അതിപരാശക്തി ലളിതാ സുന്ദരിയുടെ പ്രകാശമാനമായ ആ പ്രഭാപൂരത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും എന്ന് പറയാം. അപ്പൊ അന്നമയത്തെ സംബന്ധിച്ചിടത്തോളം ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നേരം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അന്നമയത്തിന്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് നമുക്ക് ചൊവ്വയിൽ പോയി ഇറങ്ങാൻ പറ്റുന്നു, ചന്ദ്രനിൽ പോയി ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അന്നമയമാണ്, ശരിയല്ലേ? പക്ഷെ ഈ അന്നമയത്തിന് അപ്പുറമുള്ള ഒരു ലോകമുണ്ട്. അത്ര ബൃഹത്താണ് പ്രപഞ്ചം. നമ്മൾ ഈ കണ്ടത് മാത്രമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്ത് വലിയ വിറ്റിത്തരമാണ്, അല്ലേ? മൾട്ടിവേഴ്സ് എന്നാണ് പറയുന്നത്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണുള്ളത്. പല ഫ്രീക്വൻസികളിൽ ഇപ്പോഴും ഓരോ ജീവികളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്തിടെ കണ്ടുപിടിച്ചു, നമ്മുടെ മുഖത്ത് വളരുന്ന ജീവികളുണ്ട്. പ്രജനനം നടത്തി കൃത്യസ്ഥിതി സംഹാരം നടത്തി അല്ലെങ്കിൽ ജനിക്ക് ജീവിച്ച് മരിക്കുന്നു. ഇപ്പൊ കണ്ടുപിടിച്ച. അപ്പോ ഓരോ കഴിവ് കൂടുന്നതനുസരിച്ച് ഓരോ ആളുകളെ, ഓരോ ഗ്രഹങ്ങളെ, ഓരോ സംവിധാനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്കൊരിക്കലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാവില്ല. അപ്പം അങ്ങനെ നമ്മൾ അന്നമയത്തിൽ ഈ പ്രപഞ്ചം പറയുന്നത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ബിന്ദുവിൽ നിന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്നമയ മനോമയിട്ടിട്ട് ഞാൻ ഒരു നിമിഷം ഇപ്പോൾ ഞാൻ കണ്ണടച്ചാൽ ഞാൻ എൻ്റെ മനോമയ കോശത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ പോലും എൻ്റെ മനോമയ കോശത്തിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ മനോമയ കോശത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള അടുത്ത യാഥാർത്ഥ്യം.
ഞാനിവിടെ നിന്ന് പറയുന്നതിലും വലിയ യാഥാർത്ഥ്യം നിങ്ങളുടെ മനോമയ കോശമായിട്ട് വരുന്നു. അല്ലെ, എനിക്ക് വേദന എടുത്തു, എനിക്ക് ബോറടിക്കുന്നു, ഞാൻ നിർത്തിപ്പോവാ സാറേ. അല്ലെ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ലളിതാസ്രാവ യജ്ഞവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ മനോമയ കോശം അവിടെ മനോമയ കോശത്തിലേക്ക് കടക്കും. മനോമയ കോശം ആണ് കൂടുതൽ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിൽ ഒരു മനസ്സുണ്ട്, മനസ്സിലൊരു ഇച്ഛാശക്തിയുണ്ട്, മനസ്സിന് ചിന്തകളുണ്ട്, മനസ്സിന് പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ മനോമയ കോശത്തിന്റെ അനുഭവങ്ങൾ അവിടെ പ്രകാശമായിട്ട് അവിടെ ഒരു തൈജസൻ എന്ന് ഋഷി വിളിക്കുന്ന ലോകമാണ്. പ്രപഞ്ചത്തിന്റെ ആ ഊമ, വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞ. ഈ കാണുന്ന വിശ്വപ്രപഞ്ചം വൈശ്വാനരൻ, തൈജസൻ തേജസ്സിൽ പ്രവർത്തിക്കുന്ന ലോകം, സങ്കല്പ ലോകമായ തൈജസൻ ഊ, ആ ഊ. മൂന്നാമത്തെ ലോകം മാ സുഷുപ്തി സ്ഥാനോ പ്രാജ്ഞ. നാണ്ഡ്യോപനിഷത്ത് പറയുന്നതാണ്. സുഷുപ്തി ആഴത്തിൽ ഉറങ്ങുന്ന സമയത്ത് ഈ ലോകവും സങ്കല്പ ലോകവും ഇല്ല, ഈ ലോകവും ഇല്ല. സുഷുപ്തി സ്ഥാനം മാ എന്ന അക്ഷരം കൊണ്ട് കുറിക്കുന്ന ഇത് സുഖസുഷുപ്തി സ്ഥാനം. അത് കഴിഞ്ഞ് തുരീയം, ആനന്ദ അനുഭവം ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ ഉറവിടമായിട്ടുള്ള തുരീയ അവസ്ഥ, പ്രകാശമാനമായ ഓമിന്റെ സൈലൻസ്, ആ ഊമ, ഓം ഓം ഓമിത്യേക അക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓംകാരമേവ യച്ഛാന്ന ത്രികാലാതീതം തദപ്യോംകാരമേവ. ഈ കാണുന്നതെല്ലാം ഓം എന്ന അക്ഷരമാണെന്ന് ഋഷി പറയും. പ്രഥമപാദോ വൈശ്വാനരക, പ്രഥമപാദ വൈശ്വാനർ എന്ന് പറയുന്ന ഈ കാണുന്ന ലോകം. ദ്വിതീയപാദോ തൈജസക, തൈജസൻ തേജസ്സിൽ പ്രവർത്തിക്കുന്ന ആത്മപ്രകാശത്തിലാണ് സ്വപ്നം കാണുന്നത്, സങ്കല്പിക്കുന്നത്. വെളിയിലെ പ്രകാശം, പകല് സൂര്യൻ, രാത്രിയിൽ ബൾബ്, ഇലക്ട്രിസിറ്റി. സ്വപ്നം കാണുന്ന ഏത് ലൈറ്റിന്റെ വെട്ടത്തിൽ? ലൈറ്റിന്റെ വെട്ടമില്ലാതെ വിഷ്വൽ കാണാൻ പറ്റുമോ? ലൈറ്റിന്റെ വെട്ടം, മൊബൈലിനകത്ത് LED ഉള്ളതുകൊണ്ടല്ലേ കാണുന്നത്. പ്രകാശമില്ലാതെ വിഷ്വൽ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോൾ വിഷ്വൽസ് കാണുന്നത് ഏത് ലൈറ്റിന്റെ പ്രകാശത്തിൽ? ആത്മപ്രകാശത്തിനുണ്ട്. തൈജസ്സൻ തേജസ്സിൽ പ്രവർത്തിക്കുന്ന അവിടെയും പ്രാണൻ ഉള്ളത് കൊണ്ടാണ്, പ്രകാശമായി പ്രാണൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സങ്കല്പങ്ങൾ കാണുന്നത്. തൈജസ ലോകം, മനോമയം. ദൈവയുടെ പ്രഭ എങ്ങനെയൊക്കെയാണെന്നാണ് പറയുക. അപ്പൊ ലോകത്തെ കട്ട് ചെയ്തു, മനസ്സിനെ കട്ട് ചെയ്താൽ പിന്നെ ഇവിടെ നിൽക്കും. മനസ്സിലെ സങ്കല്പങ്ങളെ നിയന്ത്രിക്കുന്നത് ഊർജ ലോകമാണ്, പ്രാണമയ കോശം. നമുക്ക് എനർജി പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കും. ബ്രെയിൻ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസിറ്റീവ് ആവും. ആ പോസിറ്റീവ് മെമ്മറി ആക്റ്റീവ് ആവും. എനർജി പോസിറ്റീവ് ആണെങ്കിൽ, ഒരു പട്ടിയെ കണ്ട പേടി വരുന്ന ഒരാൾ സ്നേഹിക്കുന്ന എങ്ങനെ? ഒരേ സ്ഥലത്ത് ഇയാളെ എപ്പോഴോ പട്ടിയിൽ നിന്ന് പോസിറ്റീവ് അനുഭവം ഉണ്ടായി ഇന്ദ്രിയങ്ങളിലൂടെ. അത് ബ്രെയിനിൽ രേഖപ്പെടുത്തി വെച്ച ഒരു ആർക്കേ ടൈപ്പായിട്ട് ന്യൂറോ കെമിക്കൽ കോമ്പിനേഷനെ മാറ്റി ഭയം വന്നു. പേടിക്കുന്ന ഒരാളാണ്, പട്ടി കടിക്കാനായിട്ട് ഓടിച്ചു, കടിച്ച ഒരാളാണ്, ഭയം വന്നു. അപ്പൊ അയാളുടെ അഡ്രിനാലിൻ റൈസായി, ഒരു പ്രോഗ്രാം തലയിൽ ഉണ്ടായി, ബ്രെയിൻ കെമിക്കൽസ് മാറ്റി. പിന്നെ ഇപ്പൊ പട്ടിയുടെ സൗണ്ട് കേട്ടാലും ഓടും. മറ്റേ ആളുടെ സ്നേഹിക്കുന്ന പട്ടിയാണ്, ഡോപ്പോമിന തലയിലുണ്ടാവും, അല്ലെ എൻഡോർഫിനാണ്. അനുഭവം 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടിയ എനർജി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കെമിക്കൽ ഉണ്ടാകുന്ന ആർക്കിടൈപ്പ് ഉണ്ടാകും. ആ എനർജി പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കെമിക്കൽ ഉണ്ടാകുന്ന ആർക്കിടൈപ്പ് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ സുഖ ദുഃഖ അനുഭവങ്ങളെ നമ്മൾ വേർതിരിച്ചറിയുന്നത് ഒക്കെ എനർജി കൊണ്ടാണ്, പ്രാണനെ കൊണ്ടാണ്. എനർജിയാണ് ശരിക്കും മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ്, എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ നല്ല മനസ്സ്, എല്ലാ കാഴ്ച കേൾവിയാണെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ ആ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കും. നേരെ മറിച്ച് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വല്ലാത്ത വാടയെടുക്കുന്നു. കാഴ്ചയും കേൾവിയിൽ നിന്നും കിട്ടുന്ന നെഗറ്റീവ് എനർജി ആണെങ്കിൽ നമ്മൾ ആ വീട് എന്ന് പറയുമ്പോഴേ നമ്മളെ മനസ്സിൽ ആർക്കിടൈപ്പ് നെഗറ്റീവായി നമ്മൾ പോകണ്ടാന്ന് തീരുമാനിക്കുന്നു. മറ്റുള്ളവരോടും പറയും ആ ഏരിയയിൽ പോകില്ല കേട്ടോ, ഭയങ്കര വാടയാണ്, എൻ്റെ വീട്ടിൽ പോയി. അവരാരും കുളിക്കത്ത് പോലും ഇല്ലെന്തോ എന്ന് പറയും. മനോമയം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന എനർജിയാണ്, എനർജി അനുഭവങ്ങളാണ്, എനർജിയാണ്. പ്രാണമയ കോശമാണ്. അവിടെ ഈ പ്രാണൻ എന്താണ്? പ്രകാശമാണ്. പ്രാണൻ അഗ്നിയാണെന്ന് പറയും. ബാധകള് തണുപ്പാണ്.
മരണം തണുപ്പായിട്ടാണ് വരുന്നത്. ശരീരത്തിൽ നിന്ന് നമ്മൾ മരിക്കുമ്പോൾ ഈ ചൂട് പോവും. തൊട്ട് നോക്കിയിട്ട് പറയും ആളിന്റെ പ്രാണൻ പോയി എന്ന് പറയും. അല്ലേ? ശരിയല്ലേ ഞാൻ പറയും? നല്ല ദേവതകൾ അഗ്നിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ശിവനും വിഷ്ണുവും ദേവിയും ഗണപതിയും ഒക്കെ നമ്മൾ ഉപാസിക്കുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അമ്പലങ്ങളിലൊക്കെ ഇത്രയും വിളക്ക് കത്തിക്കുന്നത് അഗ്നി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടാണ്. അഗ്നിയാണ് നമ്മളുടെ എല്ലാം. ശരീരത്തെ പ്രാണൻ അഗ്നിയാണ്. ചൂടാണ് അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത്. പഞ്ചീകരണം സംഭവത്തിന് ശേഷമുള്ള കത്തുന്ന തീ എന്നുള്ളതിലുപരി അതിലെ ചൂടിനെയാണ് അഗ്നി എന്ന് ഋഷിമാര് പറയുന്നത്. അല്ലെ? ശരീരത്തിന് ഈ അഗ്നി പോകുമ്പോൾ നമ്മൾ മരിക്കും. ഈ അഗ്നി പ്രാണനാണ്. കൈ ഒന്ന് ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് ചൂടാവും. പ്രാണൻ അവിടെ വരുന്നുണ്ട്. ഈ പ്രാണൻ കുട്ടിയെ സൃഷ്ടിക്കുന്ന ഓർഗന്റെ അവിടെ ഹോട്ട് സെക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹോട്ട് എന്ന് പറയുന്നുണ്ട് സെക്സ്, സ്വാദിഷ്ടാനത്തിൽ. മണിപൂരത്തില് വയറിനെ ആഹാരം പാചകം ചെയ്യുന്നു. ആസിഡുകളായിട്ട് ഒക്കെ അവിടെയും ചൂടായിട്ട് പ്രവർത്തിക്കുന്നു. മണിപുരത്തില് ഹൃദയത്തില് സ്നേഹത്തിന്റെ ഊഷ്മളതാണ് നമ്മൾ പറയാറുണ്ട്. കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സ്നേഹം ഫീൽ ചെയ്യും. പ്രാണൻ. വിശുദ്ധിയിലെ വാക്കുകൾ കത്തിക്കയറി അവന്റെ പ്രസംഗത്തിലൂടെ കത്തിക്കയറി എന്നാണ് പറയുന്നത്. അഗ്നിയാണ്. അല്ലെ? വാക്കുകളിലൂടെ എത്രയോ കൊത്തളങ്ങൾ നിലം പതിച്ചിരിക്കുന്നു. എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നടിച്ചിരിക്കുന്നു വാക്കുകളിലൂടെ. ചെല്ലിന്ന് കേരളം കത്തണം എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അഗ്നി. വാക്കുകൾ കത്തിക്കയറി. ആജ്ഞാചക്രാന്തരാളത്താൽ രുദ്രഗ്രന്ഥി വിവേദിനി സംഹാരമായി ശിവനായി ആജ്ഞയിലൂടെ ഈ അഗ്നി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആദിപരാശക്തി ചൂടാണ്. ക്രോധം വരുമ്പോൾ ദേഷ്യപ്പെടും. ഇങ്ങനെ അപ്പൊ പറയും, നീ എന്തിനാടോ ഇങ്ങനെ ചൂടാവുന്നത്? തണുക്കടാ, തണുക്ക് തണുക്ക് തണുക്ക്. അല്ലേ? അവന്റെ ഒറ്റ നോട്ടത്തിൽ ഞാൻ ദഹിച്ചു പോയി എന്ന് പറയാറുണ്ട്. സമാധിയിലും പ്രകാശം, പ്രഭാപൂരമായ പ്രകാശം, നിജാരുണ പ്രഭാപൂര, സഹസ്ര കോടി പ്രകാശങ്ങൾ വിടരുന്ന അനുഭവമാണ് ഉണ്ടാവും. അഗ്നിയാണ് ഇതെല്ലാം. അത് പ്രകാശമാണ്, അത് പ്രാണനാണ്. അപ്പം പ്രാണമയം അത് പ്രകാശമാണ്. വിജ്ഞാനമയം, വിജ്ഞാനം, എന്താ അറിവുണ്ടാകുമ്പോൾ നമ്മുടെ തലയിലൊരു ബൾബ് കത്തിയ ഫീലിംഗ് ഉണ്ടാവും. അതും പ്രകാശമാണ്. പ്രാണൻ കൃത്യമായി ബോധത്തോട് ചേരുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്, അറിവുണ്ടാകുന്നത്, ജ്ഞാനമുണ്ടാകുന്നത്. എനിക്കത് കത്തിയില്ല നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് കത്തി എന്താണ്? കത്തുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം അങ്ങനെ തന്നെയാണ്. അവിടെ പ്രകാശം ഉണ്ടാവുന്നത് കൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രകാശത്തിന്റെ രീതികൾ മാറുന്നേ ഉള്ളൂ ഓരോ ഫ്രീക്വൻസി അനുസരിച്ചിട്ട്. പ്രകാശം തന്നെയാണ് ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്താണ്? അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഹാപ്പിനെസ്. സന്തോഷമുണ്ടാവുമ്പോൾ അവന്റെ മുഖം തെളിഞ്ഞു, ബൾബൊക്കെ തെളിയുന്നു, തെളിഞ്ഞു എന്ന് പറയും. അല്ലെ? ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ ആനന്ദം, അത് പ്രകാശമാണ്. വിമർശ പുരുഷ എന്നൊക്കെ പറയും. എന്താ? പ്രകാശം, വിമർശം. പ്രകാശം ശിവനാണ്. ആ പ്രകാശത്തിന്റെ മറ്റൊരു ഭാവമായ പ്രകാശമായി, വിമർശമായി പ്രകൃതി, ആദിപരാശക്തി, പ്രാണൻ പ്രവർത്തിക്കും. ബോധത്തിൽ നിന്ന് പ്രാണൻ ഉണ്ടായി ആ പ്രാണൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചമായി മാറുന്നു. ആ ബോധം പ്രകാശാത്മകമാണ്. അത് ഞാൻ പറഞ്ഞ ഇന്ധനമൊന്നും വേണ്ടാത്ത പ്രകാശം. അത് ശിവനും ശക്തിയും ചേരുന്ന അവസ്ഥയാണ്. ശരിക്കും ശിവശൈത്യ ഐക്യരൂപിണി ശ്രീ ലളിതാംബിക. ശിവൻ സെപ്പറേറ്റ് ഒരു നിലനിൽപ്പില്ല സത്യത്തില്. പക്ഷെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ സാധാരണ കാശ്മീരി ശൈവ സിദ്ധാന്ത പ്രകാരം ശിവനിൽ നിന്ന് ഭൂമി പര്യന്തമായ അവസ്ഥയിലേക്കുള്ള 36 തത്വങ്ങളുടെ പ്രപഞ്ചമുണ്ടായി വന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഭൂമി തത്വത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ശിവനെ ശക്തിയെ രണ്ടായി കാണുന്നു എന്നുള്ളേ ഉള്ളൂ. ഈ രൂപത്തിൽ നിന്ന് തുടങ്ങി ശ്രീമാതാസി മഹാരാജ്ഞി ശിവൽ സിംഹാസനേശ്വരി തുടങ്ങി നമ്മൾ എത്തി നിൽക്കുന്നത് ശിവനാണോ ശക്തിയാണോ ഒന്നും അറിയാൻ വയ്യാത്ത ശിവശൈത്യ ഐക്യമായി നിൽക്കുന്ന ഒരു ശുദ്ധബോധമായ സിംഗുലാരിറ്റി എന്ന ബിന്ദുവിലാണ് എത്തിച്ചേരുന്നത്. ശിവശൈത്യ ഐക്യരൂപിണി ശ്രീ ലളിതാംബികായേ നമഃ എന്ന് പറഞ്ഞ്
നമ്മൾ ഈ ലളിതാസഹസ്രനാമം തീർക്കും. അപ്പൊ അന്നമയം മുതൽ ആനന്ദമയം വരെയുള്ള യാത്രയാണ് ഒരു ശ്രീവിദ്യ ഉപാസകന്റെ ലക്ഷ്യം. ആ ആനന്ദമയത്തിലെത്തുമ്പോൾ നമ്മൾ സമാധിയെ പ്രാപിക്കണം. തിരിച്ച് ഈ ഭൂമിയിലേക്ക് അലഞ്ഞു തിരിയാനായിട്ട് വരേണ്ടതില്ല. പൂർണ്ണമായ ആനന്ദാവസ്ഥ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പുരുഷ സൂക്തവും അത് തന്നെയാണ് പറയും. പുരുഷൻ എങ്ങനെ പ്രജാപതി എങ്ങനെ സൃഷ്ടി കർമ്മങ്ങൾ നിർവഹിച്ചു അല്ലെ? അപ്പം അതിൽ ഇത് തന്നെ പറയുന്നു. അപ്പം ത്രിപാദോർധ്വേ ഉദ്വേൽ പുരുഷ പാദോസ്യേഹ ഭവത് പുനഃ ത്രിപാദസ്യ അമൃതം ദിവി. അമൃതമായ മരിക്കാത്ത ദേവി ദ്യോവിലെ പ്രകാശ ലോകത്ത് ബാക്കി 3 പാദങ്ങളും പുരുഷന്റെ നിൽക്കുകയാണ്. ജാഗ്രത മാത്രമേ ഇവിടെ ഉള്ളൂ. ഉണർന്നിരിക്കുന്ന ഈ അന്നമയമായ ഈ പ്രപഞ്ചം മാത്രം മനോമയം, വിജ്ഞാനമയം, പ്രാണമയം, ആനന്ദമയം ഒക്കെ, അല്ലെങ്കിൽ സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നിവ 3 പാദങ്ങൾ പുരുഷന്റെ നമ്മുടെ ഉള്ളിലാണ് എന്ന് പറയാണ് ഋഷി പുരുഷ സൂക്തത്തില്. അപ്പൊ അനേക കോടി ബ്രഹ്മാണ്ട മണ്ഡലയുടെ സൃഷ്ടാവായ ആദിപരാശക്തി തന്നെയാണ് ഈ സർവചരാചരങ്ങൾക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന പ്രാണനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ആനന്ദകരമാണ്. ഈ വസ്തു ആനന്ദകരമാണ്. ഇത് നമ്മളെ ആനന്ദകരമായ സമാധിയിലേക്ക്, അനന്തമായ ആത്മാവിന്റെ ജന്മമരണ ചക്രങ്ങളിലൂടെയുള്ള യാത്രകളിൽ നിന്ന് മാറ്റി ആനന്ദമായ സമാധിയിൽ സ്ഥിരപ്രതിഷ്ഠമാകുന്ന അവസ്ഥയിലേക്ക് ലയിപ്പിക്കാൻ പര്യാപ്തമായ ഉപാസന പദ്ധതിയാണ് എന്ന് ഋഷി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ഒറ്റ വാചകത്തിലൂടെ. ഇതിന് അനന്തമായ അർത്ഥതലങ്ങളാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഇരുന്ന 7 ദിവസമായാലും 10 ദിവസമായാലും തീരെയല്ല, 100 ദിവസമായാലും തീരെയല്ല. അതുകൊണ്ട് എല്ലാവർക്കും ആ അനന്ത സമാധി, ആ പ്രഭാവ സമാധിയിൽ എത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന അനുഭവമാണ് ഉണ്ടാവുന്നത്. വിചാരുണ പ്രഭാപൂരവജ്ജൽ ബ്രഹ്മാണ്ട മണ്ഡല പ്രളയം പ്രകർഷേണ ദിലയം എന്നൊക്കെ പറയും. പ്രളയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആനന്ദ സമുദ്രത്തില്, പ്രകാശ സമുദ്രത്തില് മജ്ജൽ ബ്രഹ്മാണ്ട മണ്ഡലം മുഴുവൻ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. അതാണ് ദേവിയുടെ യഥാർത്ഥ അവസ്ഥ. ഒരു മനുഷ്യന്റെ, ആണായാലും പെണ്ണായാലും ഒരു മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ ഈ ആനന്ദ സമാധിയാണ്. ഇതാണ് ഋഷി പറഞ്ഞിരിക്കുന്നത്. അടുത്ത നാമങ്ങളിൽ ദേവിയുടെ രൂപവർണ്ണന തുടങ്ങുകയാണ്. ആദ്യം ദേവിയുടെ പ്രകാശത്തെക്കുറിച്ച്, എന്താണ് ദേവി എന്ന ഋഷി വ്യംഗ്യമായ രീതിയിൽ സൂചിപ്പിക്കുന്നു. സാരി എടുത്ത് ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി ഓടി നടക്കരുത്, മണ്ടത്തരവും. അങ്ങനെയല്ല, ഇത്ര ആഴത്തിലാണ് ഋഷി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് വേണം ദേവി ഉപാസന ചെയ്യാൻ. നമുക്ക് ദേവിയെ കണക്ട് ചെയ്യണമെങ്കിൽ അമ്മയായി കണ്ട് രൂപത്തിൽ മാത്രമേ പറ്റൂ. സഗുണോപാസനയിലൂടെ സമാധിയിലെത്തൂ. നിർബന്ധമായിട്ടും ദേവിയുടെ രൂപത്തെ ഉപാസിച്ചിരിക്കണം. അല്ലാതെ ബ്രെയിന് ഇമേജസ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതിനോട് ലൈറ്റ് എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് ഗതികേട് കൊണ്ട് നമ്മൾ അമ്മയായിട്ട് കണ്ട് ഉപാസിക്കണം. അങ്ങൊരു വ്യക്തിയായിട്ട് ചുരുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ദേവിയെ നമുക്ക് കല്ലിനെ ദേവിയാക്കാം, ഈശ്വരനാക്കാം. ഈശ്വരനെ കല്ലാക്കരുത്. മനുഷ്യനെ ഈശ്വരനാക്കാം, ഈശ്വരനെ മനുഷ്യനാക്കരുത്. പല ആളുകൾക്കും വരുന്ന അബദ്ധം, അവർ ഈശ്വരനെ മനുഷ്യനാക്കുന്നു. മനുഷ്യനെ ഈശ്വരനാക്കുന്നതിന് പകരം, കല്ലിനെ ഈശ്വരനാക്കുന്നതിന് പകരം ഈശ്വരനെ കല്ലാക്കിയാലോ? 5 കിലോ പഞ്ചലോഹമാണ് ശ്രീചക്രം, 5 കിലോ പഞ്ചലോഹമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയില്ലേ? ആ പഞ്ചലോഹത്തെ ഈശ്വരനാക്കിക്കും, കുഴപ്പമില്ല. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഈ രൂപവർണ്ണനയ്ക്ക് മുമ്പ് ഋഷി ഇത് പറഞ്ഞേക്കുന്ന ഉദ്ദേശം എന്തുവാ? അണ്ണന്മാരെ, നിങ്ങളിത് വായിക്കുന്ന കൊള്ളാം. ദേവിയുടെ രൂപം പറയാൻ പോവാം, സ്ത്രീ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ദേവി ഇത് അണ്ണന്മാരെ ഇത് ചെറുതായിട്ട് കാണരുത്. ഇത് ഇത്രയും വലിയ സംഭവമാണ് എന്ന് ആദ്യമേ അങ്ങ് പറയുക. അതാണ് വികാരം. ഋഷിയുടെ വികാരം അതാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് പ്രകാശം കൊടുക്കുന്ന ആ പ്രകാശരൂപിണിയായ ആദിപരാശക്തിയെ കുറിച്ച് ഞാൻ മനുഷ്യരൂപത്തിൽ സൂചിപ്പിക്കുക. അങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ഇതേ കാര്യം ഭാഗവതത്തിലും പറയുന്നുണ്ട്. ആദ്യത്തെ അധ്യായങ്ങളിൽ ഭഗവാന്റെ വിരാട് സ്വരൂപം എല്ലാം അങ്ങോട്ട് വർണ്ണിച്ചിട്ട് പറയും, മഹാവിഷ്ണുവിന്റെ രൂപം പറഞ്ഞിട്ട് പറയും, ഇത് കാണാൻ പറ്റാത്തവരുണ്ട്, ഇത് സാധാരണക്കാരന് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് ഓടക്കോയിലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ രൂപത്തിൽ എൻ്റെ ആ കഴിവിന്റെ പോരായ്മകൾ അംഗീകരിച്ചുകൊണ്ട്
ഞാൻ ആ രൂപത്തിൽ ഭഗവാനെ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. നമ്മൾ ഈ ആദ്യത്തെ എല്ലാം കട്ട് ചെയ്ത് കളയും. ബാക്കി ഓടക്കോലെടുക്കും, മയിൽപീലി എടുക്കും, ദേവിയുടെ സാരി എടുക്കും, ഇതെല്ലാം എടുക്കും ഹിന്ദുക്കള്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ലളിതാ സഹസ്രനാമം നമ്മൾ കാണണം എന്ന് ഋഷി സൂചിപ്പിക്കുന്നു. എല്ലാവരും ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംവദിക്കുന്നു. നന്ദി. ഒരു സഹസ്രനാമത്തിന്റെ ഒരു വ്യാഖ്യാനം ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ത്രില്ലാണ്. കാരണം ദേവി നമ്മളോട് എന്തൊക്കെയാ പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ ദേവി ആയുസ് നീട്ടി തന്നല്ലോ, അതിന് അങ്ങേയറ്റം നന്ദി പറയാം. അല്ലാതെ ഒരിക്കലും നമ്മൾ പരാതി പറയാൻ പാടില്ല, എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്നൊക്കെ. നന്ദി പറയാൻ മാത്രമേ ഒരു മനുഷ്യന് പറ്റൂ ആദിപരാശക്തിയുടെ മുന്നിൽ. വേറെ എന്താ പറ്റുക നമുക്ക്? ഒരിക്കലും നമ്മൾ പരാതി പറയത്തില്ല എന്നുള്ള തീരുമാനം അങ്ങ് ഉറച്ചെടുത്തു കഴിഞ്ഞുണ്ടല്ലോ, നന്ദി പറയുന്ന ഒരു രീതി ഉണ്ടായി കഴിഞ്ഞുണ്ടല്ലോ, എല്ലാം നല്ലതായിട്ട് വരാൻ തുടങ്ങും, പ്രശ്നങ്ങളെല്ലാം മാറാൻ തുടങ്ങും. കാരണം ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ്, നെഗറ്റീവ് ഇല്ല. ബാധയ്ക്ക് കയറാൻ പറ്റുന്നില്ല, ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ എല്ലാവർക്കും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. കാരണം നമുക്ക് അടുത്ത ദിവസങ്ങളിലാണ് കുംഭമേള, കേരള കുംഭമേള മാമാങ്കം എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സംവിധാനം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഋഷിമാരെല്ലാം കൂടെ. അപ്പൊ നമുക്ക് സ്വാമിജി നമ്മുടെ പരിപാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് പങ്കെടുത്തു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. സ്വാമിജി ആ ഒരു മനസ്സ് വളരെ ഒരു കരുണയോടുകൂടി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ എങ്ങനെയെങ്കിലും അവിടെ എത്തുക. അവരവരുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് അടുത്തുള്ളവരുമായിട്ട് പോകണമെങ്കിൽ പോവാം. അവിടെ എത്തി 29ാമത്തെ പ്രോഗ്രാം ഒരു വിജയമാക്കണം. ഈ നമ്മുടെ മഹാമാഗത്തിന്റെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകളിലേക്ക് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഈ QR കോഡ് ആരെങ്കിലും മാറ്റി അവരുടെ കയറ്റിയിട്ടുണ്ട്, ഫോട്ടോഷോപ്പ് വരച്ച് കയറ്റിയിട്ടുണ്ട്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് എളുപ്പം മനസ്സിലാവത്തില്ലല്ലോ നമുക്ക്. ഇത് ഒരു നമ്പറിന്റെ കൂട്ടല്ല. അപ്പൊ പലരും പൈസ ഇടട്ടെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്ന് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആലോചിച്ച് പറയണമല്ലോ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പലരും പറഞ്ഞപ്പോഴാണ് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാക്കിയത്. ഗായത്രി മാഡം ഒക്കെ പറഞ്ഞു അങ്ങനെ കൊടുക്കുകയാണ് നല്ലതാണെന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എല്ലാവരും അവിടെ സന്യാസിമാരെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് ഗൃഹസ്ഥാന്മാരായിട്ടുള്ള ആൾക്കാരുടെ കടമയാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിന് നമ്മൾക്ക് ഒക്കുന്ന ഹെൽപ്പ് അവിടെ ചെയ്യുക, ഒക്കുന്ന രീതിയിൽ ചെറുതായാലും മതി. അവർക്ക് പറ്റുന്ന ഒരു ദക്ഷിണ സന്യാസിമാർക്ക് കയ്യിൽ കൃത്യമായി എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു നടപടി വേണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു മെത്തേഡ് ഉണ്ടാക്കി തപോവന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അന്നത്തെ ആ യജ്ഞത്തിൽ സ്വാമി ആനന്ദവനം ഭാരതിക്ക് നമുക്ക് കൈമാറാം. അപ്പം അതിന് താല്പര്യമുള്ളവർ അങ്ങോട്ട് ഇട്ടേക്കുക. പിന്നെ നമുക്കൊരു വലിയ വിജയമാക്കണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ജപത്തിലേക്ക് കടക്കാം. ശ്രീമാത്രേ നമഃ. ശ്രീലതാംബികായ പ്രാർത്ഥിച്ചു. തിരുമേനി, യൂട്യൂബിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താ ഡൗട്ട്? ഓജസ്സും തേജസ്സും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനെ, ഒരാളുടെ പ്രകാശം, ആ തേജസ്, അല്ല മുഖത്തെ ആ തേജസ് കണ്ടപ്പോ ഞാൻ സ്തബ്ധനായി നിന്ന് പോയി എന്നൊക്കെ പറയും. ഓജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീര്യത്തിനെയാണ്. മനസ്സിലായോ? പുരുഷന്റെ വീര്യം ഓജസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആ വ്യക്തിയുടെ പ്രാണന്റെ ഒരു പവർ, അത് ഒരു ഓജസ്സായിട്ട് പ്രവർത്തിക്കും. കുട്ടികളൊക്കെ ഉണ്ടാവാനും ഒക്കെ അത് പ്രധാനമാണ്. ഈ ഓജസ് എന്ന് പറയുന്ന സംഭവം, ആ ഓജസ് ആണായാലും പെണ്ണായാലും ആ ഓജസ് ഉണ്ടാവും. ആ ഒരു എനർജി എന്ന് പറഞ്ഞ സംഗതി. തേജസ് എന്ന് പറയുന്നത് പ്രകാശം. ആളിന്റെ ആ ഒരു പ്രാണന്റെ തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് പ്രാണൻ റേഡിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഓറ, പോസിറ്റീവായിട്ടുള്ള ഓറ, പ്രാണന്റെ അമൃതകല എന്നൊക്കെ നമ്മൾ പറയും. വിഷകല ഉള്ളപ്പോൾ ബാധ തന്നെ അട്രാക്റ്റീവായിട്ട് വരും. അമൃതകല ഉണ്ടെങ്കിൽ ബാധ തന്നെ ഓടിക്കോളും, ദേവി കൂട്ടത്തിൽ വന്നോളും. അപ്പൊ അതിന് അമൃതകല ഉണ്ടാക്കാൻ ഉപാസന ചെയ്ത് മൂലമന്ത്ര ജപ പുരസ്ചരണം ദീക്ഷ എടുത്ത് ചെയ്യുമ്പോൾ ആ ഓജസ്സും തേജസ്സും ഒക്കെ തന്നെ ഉണ്ടായി വന്നോളും.
അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അട്രാക്റ്റീവ് ആവും, ആളുകൾക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവും, അപ്പം നമ്മൾ നിൽക്കുന്ന മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ലോ ഓഫ് അട്രാക്ഷൻ വഴി കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അതാണ് ഓജസ്സും തേജസ്സും എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. വേറെന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻ വല്ലതും ഇതുമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വല്ലതും ഉണ്ടെങ്കിൽ? ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ജപത്തിലേക്ക് കടക്കാം. ശ്രീമാൻ സാഹിബ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ പേര് ഷീല അനിൽകുമാർ. ഞാൻ സംസ്കൃത അധ്യാപികയാണ്. ഞാൻ ഇതിന്റെ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ യജ്ഞത്തില് മുൻപൊരു തവണ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ചൊല്ലാനായിട്ട്. ഇപ്പൊ വീണ്ടും ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും എൻ്റെ ആചാര്യനോടും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമ ഗും ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഗും ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഗും ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീലളിതാംബ ഗുരുവാതുകം പൂജയാമി. നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. അസ്യ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ശ്രീമദ്വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാരാ സകല ചിന്തിത ഫലപ്രാപ്ത്യർത്ഥേ ജപേ വിനിയോഗ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുര താരാനായക ശേഖരാം സ്മിതമുഖീമാബീനവക്ഷോരുഹാം. പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഗഢസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം. ഹേമാംഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമ പത്മാം വരാംഗീം. സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം. ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പൽപ്രദാത്രീം. സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം. അശേഷജനമോഹിനീമരുണമാല്യഭൂഷാം പരാം. ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം. അണിമാദിഭിരാവൃതാം മയൂഖൈः അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ശ്രീമാതാശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാവ ചതുർബാഹുഃ സമന്വിത രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാങ്കാരാങ്കുശോജ്വല മനോരൂപേക്ഷുഗോതണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മധ്യ ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികല സൽക്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മീ വരീവാഹ ചലന്മീനാഫലോചന നവചമ്പക പുഷ്പാഭാനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ നവവിദ്രുമബിംബശ്രീ ഞെക്കാരീരതലച്ഛത ശുദ്ധ വിദ്യാങ്കുരാങ്കാര ദിജപംക്തിദ്വയോജ്ജല കർപ്പൂരവീടികാമോദ സമാകർഷ ദിഗന്തര നിജസല്ലാപ മാധുര്യ വിനിഭക്സിത കച്ഛപി
മന്ദസ്മിതപ്രഭാപൂരമജ്ജകാമേശമാനസ അനാകലിത സാദൃശ്യ ജിംബുക ശ്രീവിരാജിത കാമേശ ബന്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗത ഗേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്ത കലോലമുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനി നാഭ്യാലവാല രോമാളി ലതാപലകുജത്വയി ലക്ഷരോമലധാധാര ദാസമുന്നേയ മധ്യമ സ്തനഭാരതലന്മധ്യ പട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസുത്കടീതടി രത്നകിങ്കിണികാരമ്യ രചനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപവരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഊഢഗുൽഭാഗുർമപൃഷ്ഠ ജയിഷ്ണുപ്രവതാന്വിത നഗധീതിരി സംഛന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാചാല പരാകൃത സരോരുഹ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യ ശേവധി സർവാരുണനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഘസ്ഥ ശിവാ സ്വാധീനവല്ലഭ സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്ധസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാളവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമതായിനി ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദിക്ത ശക്തിസേനാ സമന്വിത സംവൽക്കരീ സമാരൂഢ സിന്ദൂരവ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത കേചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനി ഗാക്ഷിപ്ത വന്യപ്രാകാരമധ്യക ഭണ്ഡസൈന്യവധോദിക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാണോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദിക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവധദോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രവഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്തവർഷിണി കരാങ്കുലിനഘോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപദസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സംദഗ്ധ കാമ സഞ്ജീവന ഔഷധി ശ്രീമവാപടഗോടൈക സ്വരൂപമുഖമങ്കജ കണ്ഠാധകടി വൈര്യന്ത മധ്യഗൂഢസ്വരൂപിണി ചക്രിഗൂഢൈകതാവന്ന ഗഡ്യതോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലഗൂഢത്രേകളേപര കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി കുളാംഗന കുളാന്തസ്ഥ ഗൗളിനി കുളയോഗിനി അകുലാസമയന്തസ്ഥ സമയാചാര തൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി ഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി ഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി ഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ഡലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്രനിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേഭ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നിരാകാരകമധന നിർമ്മദാമതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാമമദാഹന്ത്രി നിഷ്പാപാപാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭാലോഭനാശിനി നിസ്സംശയ സംശയഘ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ വൃത്തിമധനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നിലചികുര നിരവായ നിരത്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി
महेश्वरी महादेवी महालक्ष्मीर्मृडप्रिया महारूपा महापूज्य महापातकनाशिनी महामाया महासत्त्वा महाशक्तिर्महारथी महाभोगा महेश्वर्या महावीर्या महाबला महाबुद्धिर्महासिद्धिर्महायोगीश्वरेश्वरी महातन्द्रा महामन्द्रा महायन्द्रा महासना महायागक्रमाराध्या महाभैरवपूजिता महेश्वर महाकल्प महाताण्डव साक्षिणी महाकामेश महिषी महात्रिपुरसुन्दरी चतुष्षष्टिभजाराढ्या चतुष्षष्टिकलामयी महाचतुष्षष्टिकोटियोगिनी गणसेविता मनुविद्या चन्द्रविद्या चन्द्रमण्डलमध्यगा चारुरूपा चारुहासा चारुचन्द्रकलाधरा चराचर जगन्नाथ चक्रराजनिकेतना पार्वती पद्मनयना पद्मराग समप्रभा पंचप्रेतासनासीना पंचब्रह्मस्वरूपिणी चिन्मयी परमानंद विज्ञान घनरूपिणी ध्यानध्यात्य ध्येयरूप धर्म धर्मविवर्जिता विश्वरूप जागरणी सुबन्धी तैजसात्मिका सुप्ता प्राज्ञात्मिका तुर्या सर्वावस्था विवर्जिता सृष्टिकर्त्री ब्रह्मरूपा गोप्त्री गोविन्दरूपिणी संहारिणी रुद्ररूप तिरोधानकरीश्वरी सदाशिवानुग्रहदा पंचकृत्यपरायणा भानुमण्डल मध्यस्था भैरवी भगमालिनी पद्मासना भगवती पद्मनाभ सहोदरी उन्मेष निमिषोल्पन्न विभन्न भुवनावली सहस्रशीर्षवदना सहस्राक्षी सहस्रभा आब्रह्मगिडजननी वर्णाश्रम विधायिनी निजाज्ञारूपनिगमा पुण्या पुण्यफलप्रदा श्रुति सीमन्द सिन्दूरी कृतपादाब्जधूलिका सकलागम संदोह शुक्ति संपुटमौक्तिका पुरुषार्थ प्रदा पूर्ण भोगिनी भुवनेश्वरी अंबिकानादि निधना हरिब्रह्मेन्द्र सेविता नारायणी नादरूप नामरूप विवर्जिता श्रींगारी ह्रीनदी हृद्या हेयोपादेय वर्जिता राजराजाचिदा राज्ञी रम्या राजीवलोचना रञ्जनी रमणीरस्या रणकिङ्किणी मेखला रमा रागेन्दुवदना रतिरूपा रतिप्रिया रक्षाकरी राक्षसग्नि रामा रमणलम्पडा काम्या कामकलारूपा कदम्बकुसुमप्रिया कल्याणी जगदीगन्ध करुणारसागरा कलावती कलालापा कान्ता कादम्बरी प्रिया वरदा वामनयना वारुणी मदविह्वला विश्वाधिका वेदवेद्या विन्ध्याचलनिवासिनी विधात्री वेदजननी विष्णुमाया विलासिनी क्षेत्रस्वरूपा क्षेत्रेशी क्षेत्रक्षेत्रज्ञपालिनी क्षयवृद्धिविनिर्मुक्ता क्षेत्रपालसमर्चिता विजया विमला वन्द्या वन्दारोचन वत्सला वागादिनी वामकेशी वह्निमण्डलवासिनी भक्तिमल्कल्पलितिका पशुपाशे मोदिनी संहृदा शेषभाषण्ड सदाचार प्रवर्तिका तापत्रयाग्निसंदत्ता समाह्लादन चन्द्रिका तरुणी तापसाराध्या तनुमध्या तमोभः चिदितल्पदलक्ष्यार्था चिदेकरस्वरूपिणी स्वात्मानन्दलविभूत ब्रह्माद्यानन्द सन्दति पराप्रत्यचिदीरूपा पश्यन्ते परदेवता मध्यमा वैखरीरूपा वक्त्रमानसहंसगा कामेश्वर प्रणनाडी कृतज्ञा कामपूजिता शृङ्गाररस सम्पूर्णा जया जालन्धरस्थिता ओढ्याणविढनिलया बिन्दुमण्डलवासिनी रहो योगक्रमाराध्या रहस्तर्पणतर्पिता सद्यः प्रसादिनी विश्वसाक्षिणी साक्षिवर्जिता षडङ्गदेवता युक्ता षड्गुण्यपरिपूरिता नित्यक्लिन्ना निरुपमा निर्वाणसुखदायिनी नित्या षोडशिकारूपा श्रीगण्डार्धशरीरिणी प्रभावती प्रभारूपा प्रसिद्धा परमेश्वरी मूलप्रकृतिरव्यक्ता व्यक्ता व्यक्तस्वरूपिणी व्यापिनी विविधाकारा विद्या विद्यास्वरूपिणी महाकामेश नयना कुमुदाह्लाद कौमुदी भक्तहार्दमो भेद भानुमद्भानुसन्दरी शिवदूती शिवाराध्या शिवमूर्ति शिवङ्करी शिवप्रिया शिवपरा शिष्टेष्टा शिष्टपूजिता अप्रमेया स्वप्रकाशा मनोवाचा मगोचरा शिक्षक्ति चेतनारूपा जडशक्तिर्जडात्मिका गायत्री व्याहदिः सन्ध्या द्विजवृन्दनिषेविता तत्त्वासना तत्त्वमयी पञ्चकोशान्धरस्थिता निःसीम महिमा नित्य यौवना मतशालिनी मदघोर्नितरक्ताक्षी मदपाडलगण्डभो चन्द्रनद्रवदिग्धाङ्गी जाम्बेय कुसुमप्रिया कुशला कोमलाकारा गुरुकुल्ला कुलेश्वरी कुलगुण्डालया कौलमार्गतल्परसेविता कुमारगणनाथाम्बा तुष्टिपुष्टिमधिर्धृति शान्तिसुस्तिमदे कान्तिर्नन्दिनी विघ्ननाशिनी तेजोवदी त्रिनयना लोलाक्षी कामरूपिणी मालिनी हंसिनी माता मलयाचलवासिनी सुमुखी नलिनी शुभ्रो शोभना सुरनायिका
कालकण्ठे कान्तिमती क्षोभिणी सूक्ष्मरूपिणी वज्रेश्वरी वामदेवी वयोवस्था विवर्जिता सृष्टिकर सिद्धेश्वरी सिद्धविद्या सिद्धमाता यशस्विनी विशुद्धिचक्रनिलया रक्तवर्णातलोचना गड्वङ्गादिप्रहरणा वदनैकसमन्विता पायसानप्रिया त्वक्स्था पशुलोकभयङ्करी अमृतादिमहाशक्ति संवृताढाकिनीश्वरी अनाहताब्जनिलया श्यामा भावदनद्वया दंष्ट्रोज्जलाक्षमालादिधरा रुधिरसंस्थिता कालरात्र्यदिशक्त्योघा वृदा सिद्धौदनप्रिया महावीरेन्द्रवरदा रागिण्यम्बासुरूपिणी मणिपुराब्जनिलया वदनत्रय संयुधा वज्रादिगायुधोपेदाढामर्यादिभिरावृता रक्तवर्णा मांसनिष्ठा उडानप्रेतमानसा समस्तभक्तसुभदा लागिण्यम्बासुरूपिणी स्वादिष्ठानाम्बुजगदा चतुर्वक्त्र मनोहरा शूलाधेद सम्पन्ना पीतवर्णादिगर्भिता मेधोनिष्ठा मधुप्रीता बन्दिन्यादिः समन्विता सिद्ध्यानासक्तहृदया कागिनीरूपधारिणी मूलाधाराम्बुजारूढ पञ्चवक्त्रासि संस्थिता अङ्घुष्यादिप्रहरणा वरदानिसेविता मुग्धौदना सप्तचित्ता सागिन्यम्बासुरूपिणी आज्ञाचक्रार्जनलया शुक्लवर्णा षडानना मध्या संस्था हंसवती मुख्यशक्तिः समन्विता हरिद्रानैकरसिका हागिनीरूपधारिणी सहस्रदलपद्मस्था सर्ववर्णोपशोभिता सर्वायुधधरा शुक्ल संस्थिता सर्वतोमुखी सर्वौदन प्रीतचित्ता यागिन्यम्बासुरूपिणी स्वाहा सोमधिर्मेधा श्रुतिस्मृतिरनुत्तमा पुण्यकीर्ति पुण्यलभ्या पुण्यश्रवणकीर्तना पुलोमजाचिदा बद्धमोदिनी बर्बराळगा विमर्शरूपिणी विद्या वेदादिजकल्प्रसो सर्वव्याधिप्रशमनी सर्वमृत्युनिवारिणी अग्रगण्या चिन्तिरूपा कलिकल्मषनाशिनी कार्त्यायनी कालहन्त्रे कमलाक्षिणि सेविता ताम्बूलपूरितमुखी दाडिमी कुसुमप्रभा मृगाक्षी मोहिनी मुख्या मृडानी मित्ररूपिणी नित्यतृप्ता भक्तनिधिर्नियन्त्री निखिलेश्वरी मैत्रादिवासनालभ्या महाप्रलय साक्षिणी पराशक्ति परानिष्ठा प्रज्ञानघनरूपिणी माध्यवानलसामत्ता मातृगा वर्णरूपिणी महाकैलासनिलया मृणालमुदलोल्लता महनीयादया मूर्ति महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविता श्री षोडशाक्षरी विद्या त्रिकोणा कामकोटिका कटाक्षगिङ्गरी भूता कमला कोटिसेविता शिरस्थिता चन्द्रनिभा बालचन्द्रधनुप्रभा हृदयस्था रविप्रख्या त्रिकोणान्तरदीपिका दाक्षायणी दैत्यहन्त्री दक्षयज्ञविनाशिनी तरान्दोलितदीर्घाक्षी दर्हसोज्ज्वलन्मुखी गुरुमूर्तिर्गुणनिधेर्गोमादा गुहजन्मभो देवेशी दण्डनीतिस्तदराकाशरूपिणी प्रतिभन्मुख्यराकान्धा दिरिमण्डलपूजिता कलात्म्या कलानाथा काव्यालापविनोदिनी सजामररमावाणी सव्यदक्षिणसेविता आदिशक्तिरमेयात्मा परमा पावनाकृति अनेककोटि ब्रह्माण्ड जननी दिव्यविग्रह क्लिङ्गारी केवला गुह्या कैवल्यपददायिनी त्रिपुरा त्रिजगद्वन्द्या त्रिमूर्तिश्चितेश्वरी त्यक्षरी दिव्यगन्धाढ्या सिन्धूरतिलकाञ्चिता उमाशैलेन्द्रतनया गौरी गन्धर्वसेविता विश्वगर्भा स्वर्णगर्भा वरदा वागधीश्वरी ध्यानगम्या परिच्छेद्या ज्ञानदा ज्ञानविग्रह सर्ववेदान्तसंवेद्या सत्यानन्दस्वरूपिणी लोपमुद्रार्जिता लीलक्लिप्तब्रह्माण्डमण्डला अदृश्यादृश्यरहिता विज्ञात्री वेद्यवर्जिता योगिनी योगदा योग्या योगानन्दाय गन्धरा इच्छाशक्ति ज्ञानशक्ति क्रियाशक्ति स्वरूपिणी सर्वाधारा सुप्रतिष्ठा सद्रोपधारिणी अष्टमूर्तिरजा चैत्री लोकयात्रा विधायिनी एकाग्नि भूमरूपा निर्दयिता दैतवर्जिता अन्नदा वसुधा वृद्धा ब्रह्मादैक्यस्वरूपिणी बृहदे ब्राह्मणी ब्राह्मी ब्रह्मानन्दा बलिप्रिया भाषारूपा बृहस्सेना भावा भाववर्जिता सुखाराध्या शुभकरी शोभना सुलभागरी राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजकृपा राजपीठा निवेश निजाश्रिता राज्यलक्ष्मी कोशनाथा चतुरङ्गबलेश्वरी साम्राज्यदायिनी सत्यसन्धा सागरमेकला दीक्षिता दैत्यशमनी सर्वलोकवशङ्करी सर्वार्थदात्री सावित्री सच्चिदानन्तरूपिणी देशकालपरिच्छिन्ना सर्वकासरमोहिनी सरस्वती शास्त्रमयी गुहाम्बा गुह्यरूपिणी सर्वोपाधिविनिर्मुक्ता सदाशिवपतिव्रता सम्प्रदायेश्वरी साध्वी गुरुमण्डलरूपिणी कुलोत्तीर्णा भगाराध्या माया मधुमतीमही
ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരോപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലികാ പ്രേമരൂപ പ്രിയങ്കരി നാമപരായണ പ്രീത നന്ദി വിദ്യാ നടീശ്വരി മിഥ്യാ ജഗതധിഷ്ഠാന മുക്തിദാ മുക്തിരോപിണി ലാസ്യപ്രിയാ ലയകരി ലജ്ജാരംഭാതിവന്തിത ഭവധാമസുധാ വൃഷ്ടേ പാവാരണ്യതവാനല ദൗർഭാഗ്യതൂലവാതൂല ജലധ്വാന്തര വിപ്രഭ ഭാഗ്യാതിചന്ദ്രികാ ഭക്ര ചിത്തകേയി ജനാഘന രോഗപർവതദംബോളിർമൃത്യുദാരികുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണാ ചണ്ഡികാ മുണ്ടാസന നിഷൂദിനി ക്ഷരക്ഷരാത്മിക സർവലോകീശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗാ ത്രംബക ത്രിഗുണാത്മിക. സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതി ധൃതിരായ യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വീരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണന്യാസ്യ രാജ്യധോ ത്രിപുരേശി ജയസേന നിസ്ത്രൈഗുണ്യാ പരാപരാ സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധുക്കാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞാ രസശേവധി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരഞ്ജ്യോതി പരംധാമ പരമാണു പരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി മൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവന്തര്യാമണി സതി ബ്രഹ്മണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശൃംഖലായുക്തസ്ഥ വീരമാതാ വിയൽപ്രസോ മുകുന്ദ മുക്തി നിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മ മൃത്യുജരാ തപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽഘൃഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീരാഗനാന്തസ്ഥ ഗർവിതാ കാനലോലുപ കൽപ്പനാരഹിതാ കാഷ്ഠ കാന്താകാന്താർദ്ധ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുഗ്ധാ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനലയാ ത്രിസ്താ ത്രിപരമാലിനി നിരാമയാ നിരാലംബ സ്വാത്മാരാമാ സുധാസ്മൃതി സംസാരഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിർയോനി നിലയാ ഗൂഢസ്ഥാകുളരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്ക്രമ്യാനാഥരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധാവൈന്ദവാസന തത്വാധികാ തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യ മാർഗസ്ഥ സർവാബദ്ധി നിവാരിണി സ്വസ്ഥ സ്വഭാവമധുരാ ധീരാ ധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യപദദായിനി സ്തോത്രപ്രിയ സുധിമതി സംസ്തുത വൈഭവ മനസ്സിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാര പരമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ജാധിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി
शाश्वती शाश्वतैश्वर्या शर्मदा शम्भुमोहिनी धराधर सुधाधन्या धर्मिणी धर्मवर्धिनी लोकातीता गुणातीता सर्वातीता शमात्मिका बन्धोगकुसुमप्रज्ञा बाला लीला विनोदिनी सुमङ्गली सुखकरी सुवेशाढ्या सुवासिनी सुवासिन्यर्चन प्रेदा शोभना शुद्धमानसा बिन्दुदर्पण सन्तुष्टा पूर्वजा त्रिपुराम्बिका दशमुद्रा समाराध्या त्रिपुरा श्रीशिवङ्करी ज्ञानमुद्रा ज्ञानगम्या ज्ञानज्ञेयस्वरूपिणी योनिमुद्रा त्रिखण्डेशी त्रिगुणाम्बा त्रिकोणगा अनगाभुतचारित्रा वाञ्छितार्थप्रदायिनी अभ्यासातिशयज्ञाता षडद्वातीतरूपिणी अव्याजकरुणामूर्ति रज्ञानद्वान्तदीपिका आबालगोपविदिता सर्वानुल्लङ्घ्य शासना श्रीचक्रराजनिलया श्रीमत्त्रिपुरसुन्दरी श्रीशिवा शिवचक्रैक्यरूपिणी ललिताम्बिका एवं श्रीललिता देव्या नाम्ना सहस्रकञ्जगो श्रीललिता सहस्रनाम स्तोत्रं सम्पूर्णम्। ओम श्री महादेवी नमः। कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत्ते सकलं परस्मै नारायणायेति समर्पयामि। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। ओम शांति शांति शांति। हरि ओम।